പോളിംഗ് ശതമാനത്തിൽ കണക്ക് കൂട്ടലുകളുമായി മുന്നണികൾ. എറണാകുളത്ത് 68.27 പോളിംഗ് ശതമാനം. പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞെങ്കിലും കണക്ക് കൂട്ടലുകൾ തെറ്റില്ലെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ജിജീഷ് കരുണാകരൻ. ജിജീഷ്, എങ്ങനെയായിരുന്നു കൊച്ചിയുടെ തിരഞ്ഞെടുപ്പ് ചിത്രം? ദേവിക, ഈ പോളിംഗ് ശതമാനം അത് ഏറ്റവും പ്രധാനമായി ബാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലങ്ങൾ. സ്വാഭാവികമായും പോളിംഗ് ശതമാനം കുറയുന്നതും കൂടുന്നതുമെല്ലാം മുന്നണികൾ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുകയും പിന്നീട് അത് വെച്ച് കണക്കുകൂട്ടലുകളുടെ എന്നാണോ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ഫലം പുറത്തു വരുന്നത് അതുവരെയും വലിയ കണക്കുകൂട്ടലുകളിലേക്കെല്ലാം പോകേണ്ടതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യമുള്ളതുമായ മണ്ഡലം എന്ന പ്രത്യേകത കൂടി എറണാകുളത്തുണ്ട്. എറണാകുളത്ത് ഇത്തവണ പോളിംഗ് ശതമാനം 68.27 ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഏറ്റവും ഒടുവിൽ കണക്കുകളെല്ലാം കൃത്യമാക്കുമ്പോൾ വരാമെങ്കിൽ പോലും അതിൽ 1-2 ശതമാനത്തിന്റെ വർധനവ് വരുമെങ്കിൽ കൂടി പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോളിംഗിലേക്ക് എത്താൻ ഇത്തവണ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ 77.54 ശതമാനമായിരുന്നു. 80% അടുക്കുന്ന പോളിംഗ് ശതമാനം വലിയ തോതിൽ തന്നെ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് കഴിഞ്ഞ തവണ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇത്തവണ എന്തുകൊണ്ട്? കാരണം പ്രതികൂലമായ കാലാവസ്ഥകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെയിലായിരുന്നു ഒരു പ്രശ്നമെങ്കിൽ കൂടി ആളുകൾ രാവിലെയും വൈകുന്നേരവുമായി കൂടുതൽ ആളുകൾ പോൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്താത്തത് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് UDF-നെ തന്നെയാണ്. കാരണം എറണാകുളത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ നടത്തുമ്പോഴാണെങ്കിലും വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പോളിംഗ് ശതമാനത്തിൽ എപ്പോഴെല്ലാം കുറവ് വരുന്നുണ്ടോ ആ സമയങ്ങളിൽ UDF-ന്റെ, അത് പൊന്നാപുരം കോട്ടയെന്നും UDF-ന്റെ ശക്തി ദുർഗമെന്നും എല്ലാം വിശേഷിപ്പിക്കുന്ന അതേ ഘട്ടത്തിൽ പോലും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് UDF-ന്റെ വോട്ടിംഗ് നിലയിൽ വലിയ കുറവ് വരുത്തുന്ന ഒരു കാഴ്ച അത് കാലാകാലങ്ങളായി അത് അനുവർത്തിച്ചു വരുന്ന ഒരു രീതി തന്നെയാണ്. അതുതന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് കാര്യമായി തന്നെ അവരെ ആശങ്കാകുലരാക്കുന്നത്. എന്നാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ആ കുറവ് അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് ഒരിക്കലും ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് എന്ന ഒരു പ്രതീക്ഷ ഒരു ഘട്ടത്തിലും അവർക്ക് വെച്ച് പുലർത്താനും കഴിയില്ല. കാരണം ലോക്സഭാ മണ്ഡലത്തിന്റെ രീതി പരിശോധിക്കുമ്പോൾ മാത്രമല്ല ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്ന് ഏതാണ്ട് വലിയ തോതിലുള്ള മുന്നേറ്റത്തിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യം NDA സഖ്യം എത്തുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണനുടെ ശക്തമായ മത്സരം എറണാകുളത്ത് കാഴ്ചവെക്കാൻ കഴിയുന്നു. അതെല്ലാം വോട്ടിംഗ് ശതമാനത്തിൽ ആകെയുള്ള വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കൂടി തങ്ങളുടെ വോട്ടുകളും LDF-ന്റെ വോട്ടുകളും UDF-ന്റെ വോട്ടുകളും NDA-യിലേക്ക് നല്ലൊരു പങ്ക് പോയിട്ടുണ്ട്. ഇതിന് മുമ്പ് നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം തങ്ങൾ അണിനിരക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ വികസന കാഴ്ചപ്പാടിനൊപ്പമാണ് നീങ്ങുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം വോട്ടർമാർ NDA-യ്ക്കൊപ്പം മാറിയിട്ടുണ്ട് എന്ന കൃത്യമായ നിഗമനം ഈ പോളിംഗിന് ശേഷവും UDF LDF കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ഈ കണക്കുകളെല്ലാം വെച്ചുകൊണ്ട് പ്രാഥമികമായി നടത്തുന്നുണ്ട്. കൂടുതൽ വിശദമായ കണക്കുകളിലേക്കും കൂടുതൽ ചർച്ചകളിലേക്കും ഇന്നും നാളെയുമായിട്ടെല്ലാമായിരിക്കും അവർ കടക്കുക. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ പോളിംഗ് ശതമാനം മുന്നണികളെ എല്ലാവരെയും തന്നെ ഒരുപോലെ ആശങ്കാകുലരാക്കുന്നുണ്ട്. അവർ വാദഗതികൾ ഉയർത്തുമ്പോൾ അത് തങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നും തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് എതിർ വിഭാഗത്തിനായിരിക്കും കാര്യമായി ബാധിക്കുക എന്ന കാര്യമാണ് പുറമെ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിൽ കൂടി കൃത്യമായി ചെയ്യേണ്ടിയിരുന്ന വോട്ടുകൾ പലതും പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല മുൻകാലങ്ങളിലെല്ലാം തന്നെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അവർ ചെയ്തിരുന്നത് പ്രായമായ ആളുകളെ അടക്കം പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എടുത്തുകൊണ്ട് വരുന്നത് അടക്കമുള്ള കാര്യങ്ങളിലൂടെ വോട്ട് ചെയ്യിക്കുമായിരുന്നു. എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ കർശനമായ നിയന്ത്രണങ്ങൾ നടപടികളെല്ലാം വന്നതോടുകൂടി അത്തരത്തിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറയുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ തങ്ങളുടെ ഉറച്ച വോട്ടർമാരെ പോളിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സാധാരണഗതിയിൽ നടക്കാറുണ്ട്. എന്നാൽ അതും കാര്യമായി തന്നെ നടന്നില്ല എന്ന് ഇത്തവണ മനസ്സിലാക്കുകയും ചെയ്യാം. അതുതന്നെയാണ് ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ ഇത്തരത്തിൽ ഒരു കുറവിന് കാരണം. 68% 77% തമ്മിൽ ഏതാണ്ട് 9% പോളിംഗ് ശതമാനത്തിന്റെ വ്യത്യാസമുണ്ട്. കണക്കുകൾ പൂർണ്ണമായും തന്നെ വരുമ്പോൾ ഇതിൽ ഏതാണ്ട് 8% വ്യത്യാസം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല ചാലക്കുടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോളിംഗ് ശതമാനത്തിൽ ചാലക്കുടിയിൽ അടക്കം കഴിഞ്ഞ തവണ 80%-ലധികം പോളിംഗ് നടന്ന ചാലക്കുടിയിലും ആ ഒരു പോളിംഗിലേക്ക് എത്തിയില്ല. കാരണം
തുടക്കത്തിൽ രാവിലെയുള്ള ഒരു പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ ചാലക്കുടിയും വലിയ തോതിൽ മുന്നേറ്റം നടത്തും പോളിംഗ് ശതമാനത്തിൽ എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ അവിടെയും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നു. അങ്ങനെ കൃത്യമായി കൂടുതൽ ആളുകൾ പോളിംഗ് ചെയ്യാൻ എത്തുന്ന സ്ഥലങ്ങളിൽ പോലും വോട്ട് കുറഞ്ഞു. മാത്രമല്ല ഈ കുന്നത്തുനാട് പോലുള്ള സ്ഥലങ്ങളിലാണ് നിലവിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുള്ളത്. ജിജീഷ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം കർദിനാൾ ബാവ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ മോദി ഭരണത്തിൽ താൻ തൃപ്തനാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. മോദിയുടെ ഭരണം തന്നെ തുടരണം, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മോദി സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത്തരം സമാന പ്രതികരണങ്ങൾ തന്നെയല്ലേ എറണാകുളത്ത് നിന്ന് ഉയർന്നു കേട്ടത്? തീർച്ചയായും സഭാ നേതൃത്വങ്ങൾ, ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ സാധാരണഗതിയിൽ UDF-നോട് എല്ലാ കാലത്തും വലിയ ചായ്വ് വെച്ചു പുലർത്തുകയും ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ UDF-നോട് ശക്തമായ എതിർപ്പുള്ള സമയങ്ങളിൽ അതിന്റെ വിപരീതമായി LDF-നോട് പിന്തുണ പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തിരുന്ന സഭാ നേതൃത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കൃത്യമായി അവർക്കൊരു നിലപാടുണ്ടായിരുന്നു. അത് ദേശീയ കാഴ്ചപ്പാടോടുകൂടിയുള്ള അത്തരമൊരു നിലപാടായിരുന്നു. ആ നിലപാട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലവുമായിരുന്നു. കാരണം അവരുടെ എല്ലാം വാക്കുകളിൽ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ എല്ലാം വാക്കുകളിൽ നിന്ന് തന്നെ ആ പിന്തുണയുടെ കാര്യം വ്യക്തമാണ്. കാരണം സഭാ നേതൃത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ ഒരു ഭരണം, കേന്ദ്ര ഭരണം മാറി മറ്റൊരു ഭരണം വരുന്നതിന് അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു സാഹചര്യമില്ല. കാരണം വികസന കാഴ്ചപ്പാടും ദേശീയ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് ഭീകരവാദ ശക്തികൾ വലിയ തോതിൽ തന്നെ ശക്തിയാർജിക്കുന്നതിന്റെ ഒരു കാഴ്ചകൾ കാണുമ്പോൾ അവരെ നേരിടുന്നതിന് നിലവിലെ BJP നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ അധികാരത്തിൽ തുടരണമെന്ന ബോധ്യം ഈ സഭാ നേതൃത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം പല ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ഇത്തരത്തിലുള്ള എതിർപ്പുകളും പല കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായി തന്നെയുള്ള ഭീഷണികളുമെല്ലാം നേരിടുന്നു. പലപ്പോഴും ഈ മതഭീകരവാദ ശക്തികളിൽ നിന്ന് നേരിട്ട് തന്നെ കായികമായി പോലും കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ മതഭീകരവാദ ഗ്രൂപ്പുകളെയും ഒപ്പം തന്നെ രാജ്യം നേരിടുന്ന ഭീഷണികളെയും എല്ലാം തന്നെ നേരിടണമെങ്കിൽ അവിടെ ശക്തമായ ഒരു ഭരണകൂടം വരണം, അല്ലെങ്കിൽ തന്നെയാണ് നിലനിൽക്കേണ്ടത് എന്ന കാര്യം അവർ വിലയിരുത്തുന്നു, മനസ്സിലാക്കുന്നു എന്നതിന്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് ഈ പ്രസ്താവനകൾ. മാത്രമല്ല ഇന്നലെ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് അടക്കം മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്ത ശേഷം പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നതും നിലവിലെ രാജ്യത്ത് സമാധാനവും ഐക്യവും നിലനിൽക്കുന്നുണ്ട്, അത് അങ്ങനെ തന്നെ തുടരുകയാണ് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹം വോട്ടിങ്ങിന് ശേഷം പറഞ്ഞത്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്നു. ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചു. അതേ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം ഉറച്ച ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇക്കാര്യത്തിൽ നിലവിൽ സഭ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആർക്കെങ്കിലും പിന്തുണ കൊടുക്കുക എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. അത് ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളുകളാണ് സഭാ വിശ്വാസികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് പിന്തുണ നൽകണമെന്ന് പറയുന്ന ഒരു രീതി ഈ കാലങ്ങളായി തന്നെ ഇല്ല. അത് അവർ മനസ്സിലാക്കി ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഇപ്പോൾ സമാധാനവും ഐക്യവും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ രാജ്യത്ത് യാതൊന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. അങ്ങനെ ഈ സഭാ നേതൃത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും തന്നെ അവരുടെ കൃത്യമായ നിലപാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ കൃത്യമായി തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായ നിലപാടാണ്. ഇത് വോട്ടിംഗ് നിലയിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം NDAക്ക് അനുകൂലമായി ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത്. എറണാകുളത്തടക്കം അത് പ്രതിഫലിക്കും. എറണാകുളത്തും മാത്രമല്ല തൃശ്ശൂരിലാണെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കാവുന്ന എല്ലാ മേഖലകളെ, ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാം തന്നെ അത്തരത്തിലുള്ള ക്രൈസ്തവ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുന്ന, അത്തരം വോട്ടുകൾ പ്രധാന ഘടകങ്ങളായി മാറുന്ന എല്ലാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളവും NDAക്ക് അനുകൂലമായി തന്നെ അതിൽ നല്ലൊരു ശതമാനം വോട്ടുകൾ മാറിയിട്ടുണ്ട്. അത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ സഭാ നേതൃത്വങ്ങൾ അക്കാര്യം അതുകൊണ്ട് തന്നെ പരസ്യമായി തന്നെ സൂചിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അധികം വൈകാതെ തന്നെ ഒരു പരസ്യ പിന്തുണ എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ NDAക്കൊപ്പം ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് ഈ സഭാ നേതൃത്വങ്ങളെല്ലാം മാറുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായ ആലോചനകൾ, ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് നേരെ മറിച്ച് ഈ സഭാ നേതൃത്വത്തിൽ നിന്ന് സാധാരണ വിശ്വാസികളിലേക്ക് എത്തുമ്പോൾ അവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ തേടുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സാധാരണ സഭാ വിശ്വാസികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാധാരണ സഭാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നതും തങ്ങളെ സംബന്ധിച്ചിടത്തോളം
നിലവിൽ കേന്ദ്ര ഭരണം അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള രാജ്യത്തിന്റെ ഭരണം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും തരത്തിൽ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഈ ഒരു ഘട്ടത്തിലും തോന്നുന്നില്ല. മാത്രമല്ല തങ്ങൾ നേരിടുന്ന നിരവധി വെല്ലുവിളികൾ ഉണ്ട്. ഈ സമുദായം അഭിമുഖീകരിക്കുന്ന സഭ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ കൃത്യമായി പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം പരസ്യമായി നിൽക്കേണ്ട സാഹചര്യമില്ല. എന്നാൽ നിലവിൽ സമദൂരം എന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇവരെല്ലാവരും തന്നെ മാറിയിട്ടുള്ളത്. കാരണം പരസ്യമായി സമദൂര നിലപാടിലൂടെ മുന്നോട്ട് പോവുക, അതേ ഘട്ടത്തിൽ തന്നെ തങ്ങളുടെ നിലപാടുകൾ, കാരണം ആവർത്തിച്ച് പല ഘട്ടങ്ങളിലും അവർക്ക് നേരെ ചോദ്യങ്ങൾ വരുന്നത് തന്നെ ഇന്ത്യക്ക് എതിരായ ചില വാക്കുകൾ ഉണ്ടാകും എന്നും അത് വലിയ തോതിൽ തന്നെ പർവ്വതീകരിച്ച് വാർത്തകളാക്കി മാറ്റുക എന്ന ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടിയുള്ള ചോദ്യങ്ങൾ അവർക്ക് നേരെ വരുന്ന ഘട്ടങ്ങളിൽ പോലും അതിലൊന്നും വീണു പോകാതെ കൃത്യമായ നിലപാടുകൾ പറയാൻ അവർ തയ്യാറാകുന്നുണ്ട്. അത് സീറോ മലബാർ സഭയാണെങ്കിലും ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികളാണെങ്കിലും സഭാ തലവന്മാരാണെങ്കിലും എല്ലാം തന്നെ കൃത്യമായ നിലപാടുകളിലൂടെ അവർ ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.